അതിന് നീ ഇവിടെ നിന്നല്ലല്ലോ കഴിക്കാറ്. ഇപ്പം നിങ്ങൾ വേറെ അല്ലേ. മുകളിലോട്ട് ചെല്ല്, നിൻ്റെ ഭാര്യ ഇട്ട് തരും ചായ. ഞാനാരാ നിൻ്റെ? ഇവിടുത്തെ തീറ്റയും കുടിയൊക്കെ നിങ്ങളൊക്കെ മറന്നില്ലേ? അപ്പം നിങ്ങൾ സ്വന്തമായിട്ടല്ലേ പരിപാലിച്ച് തിന്നിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓ, മകൻ വന്നപ്പോഴത്തേക്ക് ഉള്ള നുണയും കൊതിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലേ. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അതാ വേണ്ടത്. ഞാനിവിടെ വന്നത് രണ്ട് അടുക്കളയാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ആരായാലുമേ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചെയ്യും. ഞാനായിട്ട് ഇത്രയും ചെയ്തോളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഇന്നേ വരെ ഞാൻ ഇവിടുത്തെ അടുക്കള ഞാൻ കണ്ടിട്ടും കൂടിയില്ല. എന്തിനു പറയുന്നു, ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെ ഉപ്പാക്ക് ഇഷ്ടപ്പെടില്ല. ഞാനൊരു പാത്രം കഴുകി വെച്ചാൽ അതിൻ്റെ പുറകെ വന്ന് പെട്ടെന്ന് ഒരു പാത്രം കഴുകി വെക്കും. ഞാനൊന്ന് തൂത്ത് വാരി കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ പൊടിയൊന്നും പോയില്ലെന്ന് പറഞ്ഞിട്ട് തൂത്ത് വരും. തുണി കഴുകിയിട്ടാൽ രണ്ടാമത് ചെന്ന് ഞാനോട് കഴുകിയിടും. എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ആഹാരം പോലും പാകം ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്തിന്, നിങ്ങൾക്കുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പോലും കുടുംബം സമ്മതിക്കത്തില്ല. അതങ്ങനല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എത്രയെന്ന് പറഞ്ഞ് ഞാൻ സഹിക്കുക. എനിക്ക് വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യണമെന്നും എനിക്കൊരു ആഗ്രഹവുമില്ല. എനിക്ക് ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഞാൻ എന്ത് കഴിക്കണം, എന്ത് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. അതുപോലെ എനിക്കിവിടെ പറ്റുന്നില്ല. അടുക്കള കയറിയാലും ഉമ്മ എൻ്റെ പുറകെ വരും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്.